എല്ലാം ഉണ്ടല്ലോ. എല്ലാവരും പ്രതിസന്ധി നേരിട്ടാലേ നമുക്ക് നല്ല ഇതിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ എപ്പോഴും ഒരു പ്രതിസന്ധി തരണം ചെയ്ത് നമുക്ക് ആവശ്യമുള്ള അതിൽ പിടിച്ചോ. ഈ ഫോണിൻ്റെ അവിടെ നമ്മളല്ല അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പം പഠിക്കുന്ന നിങ്ങൾക്ക് ശരിക്കും കഷ്ടപ്പെട്ട് പഠിച്ചാലല്ലേ നിങ്ങൾക്ക് തരണം കിട്ടി പോയി നിങ്ങൾക്ക് നല്ല മാർക്ക് ഒരു പാസ്സാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ മേഖലകളിലും നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ എഴുത്തുകാരായാലും അങ്ങനെ എഴുതുമ്പോഴത്തേക്കും നമുക്കൊന്ന് സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് എഴുത്ത്. മനസ്സിലായില്ലേ? നമുക്ക് ഫീൽ ചെയ്യണം. നമുക്ക് കിട്ടാതെ പോയ കാര്യങ്ങളെല്ലാം നമുക്കിങ്ങനെ വരും. മനസ്സിലായില്ലേ? അതാണ് പിന്നെ സമൂഹത്തിൽ നമ്മൾ കാണുന്നതും ഒരുപാട് നമുക്ക് സംഭവിച്ചതും അല്ലാത്തതും ഉണ്ട്. എല്ലാവരും പറയും ചെറിയ കഥ എഴുതും പറയും നമ്മുടെ കാര്യങ്ങളായിരിക്കും. സ്വന്തം കാര്യം മാത്രമല്ല, നമുക്ക് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും കൂടെ കളയും. മനസ്സിലായില്ലേ? എല്ലാ സ്വന്തം കാര്യങ്ങളല്ല. പിന്നെ മാധവിക്കുട്ടി എഴുതിയപ്പോഴത്തേക്ക് നമ്മൾ സ്വന്തം കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അത് അങ്ങനെയല്ല. നമ്മളിങ്ങനെ ഒരുപാട് സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. ഒരുപാട് ആഴ്ന്നിറങ്ങി ചെല്ലുമ്പോൾ സമൂഹത്തിൽ നിങ്ങൾക്കും അതൊരു പ്രചോദനമാവണം. നിങ്ങളെല്ലാവരും നല്ല കഥ എഴുത്തുകാരികളും കലാകാരികളുമായിട്ട് വരണം. പഠിത്തത്തോടൊപ്പം പഠിക്കുന്ന ഈ കലയൊക്കെ വളർത്തും. എപ്പോഴും നമ്മളൊരു തൊഴിൽ മേഖല കണ്ടെത്തിയാലും നമ്മളൊരു സബ്ബായിട്ട് നമ്മളൊരു കൂട്ടുകാരായിട്ട് ഇതൊക്കെ കൊണ്ടുപോകണം. മനസ്സിലായോ? നമ്മളിപ്പോൾ എന്ത് വലിയ പൊസിഷനിലിരുന്നാലും നമ്മൾക്കൊരു കലാജീവിതം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ പഠിക്കണം. ഗാന്ധിജി പണ്ട് വിഭാവനം ചെയ്തെന്താണ്? തൊഴിലിനൊപ്പം നമ്മളൊരു ജോലി, തൊഴിലിനൊപ്പം നമ്മൾ പഠിക്കുക. പഠിത്തവും തൊഴിലും കൂടെ ഒപ്പം കൊണ്ടുവന്നാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. അതുപോലെ നമ്മുടെ പഠിത്തമായാലും നമ്മുടെ തൊഴിലായാലും അത് ചെയ്യുമ്പോൾ നമ്മളൊപ്പം ഒരു കലയും കൂടെ നമുക്ക് കൊണ്ടുപോവുക. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്ത് കലയാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാം. അപ്പോൾ പാട്ടെഴുത്തുകാരി തന്നെ ആവണമെന്നില്ല. ഒരു സംഗീതം പഠിക്കുന്ന ആളാവാം, ഒരു വയലിൻ പഠിക്കുന്ന വയലിനിസ്റ്റ് ആവാം, ഒരു മൃദംഗം പഠിക്കുന്ന ആളാവാം. എനിക്ക് ആൺപിള്ളേർ ചെയ്യുന്ന ചില ഇതുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പെൺപിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എപ്പോഴും ഒരു പുരുഷൻ്റെ ഒരു രീതിയിൽ വേണം വളരാൻ പെൺപിള്ളേർ. മനസ്സിലായില്ലേ? അതെങ്കിലേ നമുക്ക് ആ ഒരു ഇത് കാരണം നമുക്ക് മുന്നോട്ട് നല്ലതായിട്ട് നയിക്കാൻ പറ്റുള്ളൂ. ഒരു പുരുഷൻ്റെ ഒരു കല്യാണം വേണം. നമ്മൾ എവിടെ പോയാലും ഒറ്റയ്ക്ക് നടന്നാലും പുരുഷനെ ഓടിയിരിക്കണം സ്ത്രീ. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. എനിക്ക് ഇഷ്ടമായോ പറഞ്ഞത്? ഓക്കെ, സന്തോഷം കണ്ടത്. എല്ലാവരും നല്ല കുട്ടികളായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ.